ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 5 വിത്തും വിത്തവും അധ്യായം 3 ജോസഫ്. ഈ അധ്യായത്തിൽ നമ്മൾ എസ്.ബി. വേണുഗോപൻ നായരുടെ എസ്.ബിയുടെ കഥകൾ സമ്പൂർണം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ജോസഫ് എന്ന കഥയാണ് പരിചയപ്പെടുന്നത്. ഈ കഥയുടെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും ഉത്തരമാതൃകകൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കണം. ആദ്യം ഞാൻ ഈ കഥയൊന്ന് വായിക്കാം. അതിനുശേഷം അതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. കഥയുടെ മുന്നോടിയായി 1-2 വരികൾ നൽകിയിട്ടുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. മണ്ണില്ലെങ്കിൽ എവിടെ വിതയ്ക്കും? വിതയില്ലെങ്കിൽ എങ്ങനെ കൊയ്യും? കൊയ്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ണും? ഇത് നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. കാലക്രമേണ കൃഷി കുറഞ്ഞു വരികയും ചെയ്തു. ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ആഹാര വ്യവസ്ഥയ്ക്ക് വേണ്ടി പൂർണ്ണമായും തങ്ങളെ തന്നെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെയും മറ്റും ആശ്രയിച്ചാണ് നമുക്ക് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങൾ നാം ഒരുക്കൂട്ടുന്നത്. അതിന് കാരണം എന്താണ്? കൃഷിഭൂമി കുറഞ്ഞു വന്നതും കൃഷിയോടുള്ള താല്പര്യം മനുഷ്യരിൽ ഇല്ലാതായതുമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇന്ന് നിലവിലുള്ള കുറച്ച് കൃഷിഭൂമിയിൽ മാത്രമാണ് സജീവമായി കൃഷി ചെയ്തു വരുന്നത്. അതും നഷ്ടത്തിലാകുമ്പോൾ പലരും അത് ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് തിരിയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഥയിൽ നാം കൃഷിയിൽ നിന്ന് ഉപജീവനം കണ്ടെത്തിയിരുന്ന, കൃഷിയെ ആശ്രയിച്ചും സ്നേഹിച്ചും ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെയും കൃഷി ഇല്ലാതായി പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെയുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം ഞാൻ കഥ വായിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലെത്തിയത്. വെറുതെ ഒരു സന്ദർശനം. വരവിന്റെ പ്രഥമ ശുശ്രൂഷകൾ കഴിഞ്ഞപ്പോൾ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങി. അന്നേരം എൻ്റെ മനസ്സിൽ നിറഞ്ഞു തെളിഞ്ഞത് ജോസഫിന്റെ രൂപമാണ്. പണ്ട് കുടുംബത്തിൽ പാടവും പറമ്പും ധാരാളമായി ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ പ്രധാന കൃഷിക്കാരനായിരുന്നു ജോസഫ്. നിലമുഴുക അയാളല്ല, അതൊക്കെ കീഴ്ത്തൊഴിലാളികളുടെ കർമ്മം. ഉഴവ് കഴിഞ്ഞ് പാടം മരമടിക്ക് ഭാഗമായാൽ ഒരു ചെറുബാല്യക്കാരൻ ജോസഫിന്റെ കൂരയിലേക്ക് ഓടും. ആ അറിയിപ്പെത്തിയാൽ തലയിലൊരു ചുട്ടിത്തോർത്ത് കെട്ടി 2 കൈയും ആഞ്ഞു വീശി അയാളൊരു വരവുണ്ട്. പാടവരമ്പത്ത് നിൽക്കുന്ന അച്ഛനെ ഒന്ന് വണങ്ങിയിട്ട് പാടത്തിറങ്ങി ഒരുക്കി നിർത്തിയിരിക്കുന്ന മരത്തിൽ വലംകാൽ വെച്ചു കയറി കാളകളുടെ കടിഞ്ഞാണൊന്ന് വെട്ടി വലിച്ചിട്ട് ഒരൊറ്റ ആക്രോശം. ഉരുക്കൾ പറന്നു തുടങ്ങും. ഇടം വലം ചാട്ടപായിച്ചും കടിഞ്ഞാണിളക്കിയും ഉദ്ധതനായ തേരാളിയുടെ ചേലിൽ ജോസഫ് അങ്ങനെ വട്ടമിട്ട് പറക്കും. അക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ചെളിപ്പാടത്ത് പാഞ്ഞു പോകുന്ന മരത്തിലിരിക്കുക എനിക്കൊരു ഹരമായിരുന്നു. അതിന് ഇടയ്ക്കിടെ അവസരം തന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ജോസഫിനെ ഗാഠമായി സ്നേഹിച്ചിരുന്നത്. അയാൾ എന്തു കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛന് കൊണ്ടുവരുന്ന പ്രാതലിന്റെ ഒരു ഓഹരി ജോസഫിന് അവകാശപ്പെട്ടതായിരുന്നു. ജോസഫിന് മാത്രം. മരമടി കഴിഞ്ഞാൽ ജോസഫ് കടിഞ്ഞാണെറിഞ്ഞിട്ട് നിലത്തിറങ്ങി പൂക്കായിട്ടൊന്ന് മുക്രയിട്ട് കരയിലേക്ക് പോരും. മരം നുകത്തിൽ നിന്ന് അഴിക്കുന്നതും കാളയുടെ കഴുത്തിൽ നിന്ന് നുകം മാറ്റുന്നതും സിൽബന്തികളുടെ പണിയാണ്. വിശാലമായ മണക്കണ്ടത്തിൽ, പന്തിരുന്നാഴിയിൽ, വേലപ്പറമ്പിൽ ജോസഫ് അങ്ങനെ പറന്നു പാഞ്ഞത് എന്റെ കൺമുൻപിൽ ഇപ്പോഴുമുണ്ട്. ജോസഫിന്റെ കാലുണ്ണുന്ന വയൽ താനേ പൊലിക്കുമെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു. ജോസഫിന്റെ വീട് തേടി ഞാൻ ചെന്നു. പഴയ ഓലപ്പുരയുടെ സ്ഥാനത്ത് ഓടിട്ട് വെള്ളപൂശിയ വീട്. പുറത്ത് ആരെയും കണ്ടില്ല. ഞാൻ ഒച്ചയിട്ടു. ആരുമില്ലേ ഇവിടെ? 14 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തു വന്നു. ജോസഫ് ഇല്ലേ ഇവിടെ? എവിടെയെങ്കിലും കാണും, ചെന്ന് നോക്ക്, അവൾ എൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. കുട്ടി ജോസഫിൻ്റെ. അവളത് കേൾക്കാത്ത മട്ടിൽ കയറിപ്പോയി. ഞാൻ നടന്നു തെളിനീരൊഴുകുന്ന തോട്ടുവക്കിലൂടെ. ഒരു കാലത്ത് ഞങ്ങളുടേതായിരുന്ന പാടങ്ങൾ. ഇപ്പോൾ അവയുടെ ഉടമസ്ഥർ ആരെന്നുപോലും നിശ്ചയമില്ല. മണക്കണ്ടം ഒന്നാന്തരം ഒരു റബ്ബർ തോട്ടമായിരിക്കുന്നു. പന്തിരുന്നാഴി വാഴത്തോപ്പാണ്. വേലപ്പറമ്പിൽ സങ്കരയിനം തെങ്ങുകൾ നിറയെ കായ്ച്ചു മതിച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തെ വയലൊരു അക്കേഷ്യ വനം. ഒരു നുണുങ്ങു നെൽപ്പാടം ഒരിടത്തും കണ്ടില്ല. 2 ആൾ പൊക്കം വളർന്ന മരച്ചീനി, കുണുങ്ങി ഉലയുന്ന കാറ്റാടി മരങ്ങൾ. ഈശ്വര, ഇപ്പോഴീ നാട്ടിൽ പുത്തിരിയൂണുണ്ടാവില്ലേ? എതിരെ വന്ന വൃദ്ധനോട് ഞാൻ ചോദിച്ചു, ജോസഫിനെ അറിയുമോ? പഴയൊരു കൃഷിക്കാരൻ. നിങ്ങൾ ആരാ? ഞാൻ എൻ്റെ പേരും കുടുംബപ്പേരും പറഞ്ഞു. ഓ, നിങ്ങളുടെ പഴയ കൃഷിക്കാരൻ. ആ തോട്ടുവരമ്പിൽ എവിടെയെങ്കിലും കാണും.
പുള്ളിക്കിപ്പോൾ നല്ല സുഖമില്ല, പ്രായമായില്ലേ? വൃദ്ധൻ നടന്നു. ഞാൻ പിന്നെയും ചിലരോട് തിരക്കി. അവർ വല്ലാറൊന്ന് ചിരിച്ച് ഒരേ ഉത്തരം പറഞ്ഞു, ഇവിടെങ്ങാണ്ട് കാണും. ഞാൻ വീണ്ടും ചുറ്റിത്തിരിഞ്ഞു. ഒടുവിൽ ആഫ്രിക്കൻ പായൽ തഴച്ച കുളത്തിന്റെ വരമ്പിൽ കൂടിക്കൂടിയിരിക്കുന്ന ഒരു രൂപം കണ്ട് അടുത്തു ചെന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ജോസഫ് തന്നെ എന്ന് തിട്ടമായി. ഞാൻ സ്നേഹപൂർവ്വം വിളിച്ചു, ജോസഫേ. അയാൾ തലയുയർത്തി. വളരെ ക്ലേശിച്ച് എണീറ്റ് അടുത്തു വന്നു. എന്നെ ആപാറചുടമൊന്ന് നോക്കിയിട്ട് ഒറ്റ ചോദ്യം, എനിക്കിത്തിരി നിലം തരുമോ ഈ വിത്ത് വിതയ്ക്കാൻ? അയാൾ കക്ഷത്ത് ഭദ്രമായി ഇറുക്കി പിടിച്ചിരുന്ന മുഷിഞ്ഞ തുണിക്കെട്ട് പൊക്കിക്കാട്ടി. ഞാൻ അമ്പരന്ന് നിൽക്കെ അയാൾ തുടർന്നു, ഇത് വിതയ്ക്കാനുള്ള മണ്ണ്. ഇരുന്നാഴി പൊന്നാര്യൻ, തരുമോ നിങ്ങളെ മണ്ണ്? ഞാൻ കുറെ കാലമായിട്ട് ഇതും കിഴികെട്ടിക്കൊണ്ട് നടക്കുവാ, തരുമോ? അയാൾ പൊട്ടിക്കരഞ്ഞു. റബ്ബർ കാടുകളിൽ, കാറ്റാടി മരങ്ങളിൽ, വാഴത്തോപ്പുകളിൽ കാറ്റ് ചൂളമടിച്ചു. SP-യുടെ കഥകൾ സമ്പൂർണം. SP വേണുഗോപാൽ നായർ. ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ നായകൻ, മറ്റൊന്ന് ജോസഫ് എന്ന് പറയുന്ന കൃഷിക്കാരൻ. ഒരു കാലത്ത് നമ്മുടെ നായകന് അവരുടെ കുടുംബ സ്വത്തായിട്ട് ഒരുപാട് വയലുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വയലും പറമ്പും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ നായകൻ എന്ന് മനസ്സിലാക്കുക. ആ കാലഘട്ടത്തിൽ അവരുടെ വയലിൽ പണിയെടുത്തിരുന്ന അല്ലെങ്കിൽ കൃഷിപ്പണികൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന കഠിനാധ്വാനിയായിരുന്ന ഒരു കൃഷിക്കാരനായിരുന്നു ജോസഫ്. ഈ ജോസഫിന് താഴെ ഒരുപാട് കൃഷിക്കാരുണ്ടായിരുന്നു, ഒരുപാട് ചെറിയ ചെറിയ സിൽബന്ദികൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ ജോലിയിൽ സഹായിക്കുന്ന ഒരുപാട് കൂലിവേലക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നാണ് പാടമൊരുക്കുകയും ഉഴുകയും വിതയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ചിരുന്ന വളരെ സമർത്ഥനായിട്ടുള്ള ഒരു കൃഷിക്കാരനായിരുന്നു ജോസഫ്. അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നായി മാറുമെന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മുടെ നായകന്റെ കുട്ടിക്കാലത്താണ്. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കാളകളെ കൊണ്ട് നിലമുഴിയിക്കുന്ന മരത്തിന് മുകളിൽ, അതായത് ഇവയെ കെട്ടിയിരിക്കുന്ന കലപ്പയുടെ മുകളിൽ ഇരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പലപ്പോഴും സാധിച്ചു കൊടുത്തിരുന്നത് ജോസഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നായകന് ജോസഫിനോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. നായകൻ ജോസഫിന് വേണ്ടി വീട്ടിൽ നിന്ന് അച്ഛന് കൊണ്ടുവരുന്ന പ്രാതലിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ മനോഹരമാക്കിയിരുന്ന ഒരു സൗഹൃദം കൂടിയാണ് ജോസഫുമായിട്ട് നായകന് ഉണ്ടായിരുന്നത്. പക്ഷേ കാലം കടന്നുപോയപ്പോൾ അവർക്ക് കൃഷിയൊക്കെ മതിയാക്കി ആ നിലമൊക്കെ വിൽക്കേണ്ടതായിട്ട് വന്നു. നിലം വിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ വീടുമായിട്ട് ജോസഫിന് വലിയ ബന്ധമൊന്നുമില്ലാതായി. കൃഷിപ്പണിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജോസഫിനെ ആ വഴിക്കെങ്ങും കാണാതെയുമായി. ഒരുപാട് കാലം കഴിഞ്ഞ് ഒരു ദിവസം നാട്ടിലേക്ക് വരുന്ന നായകൻ ഓർക്കുന്നത് ജോസഫിനെ കുറിച്ചാണ്. അപ്പോൾ അയാളെ ഒന്ന് തിരഞ്ഞു നോക്കണമെന്ന് തോന്നി. പലരോടും അന്വേഷിച്ചു. ജോസഫിന്റെ വീട്ടിലും പോയി നോക്കി. പക്ഷെ അവരൊന്നും തന്നെ ജോസഫിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഇവിടെ എങ്ങാനും കാണും. അപ്പോൾ അത്രയ്ക്ക് അപ്രധാനമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ആ വസ്തുവിന്റെ സ്ഥാനത്തേക്ക് ജോസഫ് അധപതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് അയാൾ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കൃഷിക്കാരനായിരുന്നു. പക്ഷേ കൃഷിപ്പണി ഇല്ലാതായതോടുകൂടി അയാളെ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് അയാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീട്ടിൽ പോയി ചോദിക്കുന്നു, വീട്ടുകാരും പറയുന്നില്ല എവിടെയാണെന്ന്. നാട്ടിലേക്ക് ഇറങ്ങി അറിയാവുന്ന മനുഷ്യരോടെല്ലാം ചോദിക്കുന്നു. അവരൊക്കെ ഒരുതരം ചിരിയോടുകൂടി ഇവിടെ എങ്ങാനും കാണും എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജോസഫിന് ഒരു കാലത്ത് ആ നാട്ടിൽ നിലയും വിലയും ഉണ്ടാക്കി കൊടുത്തിരുന്നത് അദ്ദേഹം പാടത്ത് നൂറുമേനി വിതയ്ക്കാൻ, നൂറുമേനി കൊയ്യാൻ കഴിവുള്ള ഒരു വലിയ സമർത്ഥനായിട്ടുള്ള കൃഷിക്കാരനായിരുന്നു. അതാണ് അദ്ദേഹത്തിന് നിലയും വിലയും വ്യക്തിത്വവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. കൃഷിയല്ലാതെ ജോസഫിന് മറ്റു പണിയൊന്നും അറിയില്ല. കാരണം അദ്ദേഹം അതിലാണ് ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. അതിനോടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രതിപത്തിയും താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നത്. മണ്ണിനോടും വിത്തിനോടും വളരെയധികം അടുപ്പം സൂക്ഷിച്ചിരുന്ന, വിത്തിനെ സ്വന്തം കൈക്കുള്ളിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കൃഷിക്കാരനായിരുന്നു ജോസഫ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ നായകൻ ജോസഫിനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു. ഒടുവിൽ ഒരു തോട്ടുവക്കത്ത്, പഴകി ദ്രവിച്ച കൽപ്പടവുകളൊക്കെയുള്ള ഒരു തോട്ടുവക്കത്ത് വെച്ച് ജോസഫിനെ കണ്ടുമുട്ടുകയാണ്. ജോസഫിന് അപ്പോൾ തന്നെ നായകനെ മനസ്സിലായി. അയാൾ അപ്പോൾ തന്നെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? തൻ്റെ കയ്യിലുള്ള വിത്ത് വിതയ്ക്കാൻ ഇത്തിരി നിലം, ഇത്തിരി പാടം എനിക്ക് തരാമോ? അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് അയാൾ പറയാതെ പറയുകയാണ്. അപ്പോൾ അത് കണ്ട് നമ്മുടെ നായകൻ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. വർഷങ്ങളായി ഒരു തുണിയിൽ കെട്ടി പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന
നെല്ല് അത് അപ്പോഴും ഭദ്രമായി അയാളുടെ കക്ഷത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അയാളുടെ ജീവിതത്തോട് എത്രമാത്രം അടുത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ആത്മബന്ധമാണ് അയാൾക്ക് മണ്ണും കൃഷിയുമായി ഉള്ളത് എന്നുകൂടി ഓർക്കുക. അത് കണ്ടിട്ട് നമ്മുടെ നായകൻ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു? ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എനിക്ക് വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നിലം തരാമോ എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുകയാണ്. അയാളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ നമ്മുടെ നായകൻ അമ്പരന്ന് നിൽക്കുന്നു. അപ്പോൾ അയാൾ ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്ന പാടങ്ങളും പറമ്പുമൊക്കെ ഇന്ന് എന്തായി തീർന്നിരിക്കുന്നു? റബ്ബർ തോട്ടങ്ങളും അക്വേഷ്യ വനങ്ങളും ഒക്കെ ആയി തീർന്നിരിക്കുകയാണ്. അവിടെ എങ്ങും ഇപ്പോൾ നെല്ല് വിതയ്ക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ നായകന്റെ കയ്യിലാകട്ടെ നെല്ല് വിതയ്ക്കാൻ പാകത്തിനുള്ള പാടവും പറമ്പും ഒന്നും ഇല്ലെന്നും അതൊക്കെ വിറ്റുപോയി എന്നുമൊക്കെ കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പാവത്തിനെ കണ്ടിട്ട്, അതായത് കൃഷി തന്നെയാണ് ജീവിതം, അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് കരുതുന്ന പാവത്തിന് മുന്നിൽ, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മുന്നിൽ, ആവശ്യത്തിന് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ നമ്മുടെ നായകൻ പകച്ചു നിന്നു പോവുകയാണ്. ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു കാലത്ത് കൃഷിയുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന, കൃഷിക്ക് വേണ്ടി ജീവിച്ചിരുന്ന നിഷ്കളങ്കരായ മനുഷ്യരുടെ പ്രതീകമായി മാറുകയാണ് ഈ കഥയിൽ. നമ്മുടെ നായകനാകട്ടെ ഒരു കാലത്തെ പ്രതാപത്തെ ഓർത്ത് ജീവിക്കുന്ന, എന്നാൽ ഇന്ന് കൃഷിയുടെ നന്മയോ പച്ചപ്പോ ഒന്നും തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോയിട്ടുള്ള, അതിൽ നിരാശയുള്ള, എന്നാൽ ആ കഴിഞ്ഞ കാല സ്മരണകളെ എപ്പോഴും നെഞ്ചിലേറ്റുന്ന മനുഷ്യരുടെ പ്രതീകമായി നിൽക്കുകയും ചെയ്യുന്നു. കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതേ തുടർന്ന് ഈ പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളാണ് വരുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.